പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭം കുറിക്കുന്നത് പതിവ് പോലെ സാമി സെയിൻ നിക്ക് ഓൾഡിസിനോട് കംപ്ലൈൻറ്റ് പറയുന്ന സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. സാമി സെയിന് നീതി വേണം എന്നുള്ളതാണ് ഇത്തവണയും സാമി സെയിൻ ആവശ്യപ്പെടുന്നത്. റാൻഡി ഓർട്ടൺ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ എൻഡിങ് ഭാഗത്ത് കോഡി റോഡ്സിനെതിരെ സാമി സെയിൻ്റെ മത്സരം നടക്കേണ്ട ഒരു സമയത്ത് വന്ന് കോഡിയെ ആക്രമിച്ചതുകൊണ്ട് തന്നെ മത്സരം നടക്കാതിരുന്നതിനെ സംബന്ധിച്ചുള്ള പരാതികൾ ഉന്നയിക്കുന്ന ഒരു സമയത്ത് റാൻഡി ഓർട്ടൺ സാമി സെയിൻ്റെ പരാതി പ്രയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ റാൻഡി ഓർട്ടൺ സാമിയോട് പറയാൻ ആരംഭിക്കുന്നതിന് മുൻപേ കോഡി റോഡ്സ് റിങ്ങിൽ വന്നിട്ട് റാൻഡി ഓർട്ടനെ അങ്ങോട്ടേക്ക് വെല്ലുവിളിക്കുന്നു. അത് സ്ക്രീനിൽ കാണിക്കുന്നു. അങ്ങോട്ട് റാൻഡി ഓർട്ടൺ പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് സ്മാക്ഡൗൺ എപ്പിസോഡ് കടക്കുന്നത് ഇൻ റിംഗ് സെഗ്മെൻറ്റിലേക്കാണ്. കോഡി റോഡ്സിൻ്റെ വെല്ലുവിളി സ്വീകരിച്ച് റാൻഡി ഓർട്ടൺ അങ്ങോട്ടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നിക്ക് ഓൾഡിസ് കയറി ഇവരുടെ മധ്യസ്ഥ നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ നിക്ക് ഓൾഡിസ് പറയുന്നത് നിങ്ങൾക്ക് തമ്മിലൊരു ഫൈറ്റ് നടന്നാൽ നിങ്ങളിൽ രണ്ട് പേർക്കും ഒരു ചാമ്പ്യൻഷിപ്പ് അവസരം ഇനി ഭാവിയിൽ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സൺഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയ്ക്ക് 2 ആഴ്ച ബാക്കിയുണ്ട്. അപ്പോൾ അതിനുള്ളിൽ 2 സ്മാക്ഡൗൺ എപ്പിസോഡ്സ് നടക്കുന്നുണ്ട്. അതിൽ ഇവർക്ക് തമ്മിലൊരു ഫൈറ്റ് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് നിക്ക് ഓൾഡിസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു റൂൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ കാണാൻ സാധിച്ചത്. ആദ്യത്തെ മത്സരമായി സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നത് സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടക്കേണ്ടിയിരുന്ന 2 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ ആദ്യത്തേതായിരുന്നു. ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായ, അതായത് പുതിയ ടാഗ് ടീം ചാമ്പ്യന്മാരായ MFT എന്ന് പറയുന്ന ടീം മുൻ ചാമ്പ്യന്മാരായ ഡാമിയൻ പ്രീസ്റ്റ്, ട്രൂത്ത് തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. പ്രീസ്റ്റിനും ട്രൂത്തിനും ഒരു റീമാച്ച് പോലെയായിരുന്നു ഈ ഒരു മാച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല മത്സരമായിരുന്നു. ഈ മത്സരത്തിൻ്റെ ഇടയ്ക്ക് വാർ റൈഡേഴ്സ് ഈ ഒരു മത്സരം ബാക്ക് സ്റ്റേജിൽ നിന്ന് വീക്ഷിക്കുന്നതായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് സ്ക്രീനിൽ കാണിക്കുകയുണ്ടായി. നല്ല മത്സരം എന്ന് പറഞ്ഞാൽ 2 ടീമിനും നല്ല കൃത്യമായിട്ടുള്ളൊരു ആധിപത്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ MFT ടീം മത്സരത്തിൽ വിജയിക്കുന്നു, ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത്. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ് കയറി വന്നിട്ടുള്ളത് ഈ മത്സരത്തിന് ശേഷം ട്രൂത്തിനെ പിൻ ചെയ്തിട്ടാണ് ഇത്തവണയും MFT ടീം വിജയിക്കുന്നത്. അപ്പോൾ ഡാമിൻ പ്രീസ്റ്റിന് വലിയ രീതിയിലുള്ളൊരു ദേഷ്യവും സങ്കടവും വരുന്നുണ്ട്. ഡാമിൻ പ്രീസ്റ്റ് റിങ്ങിൽ കയറി ട്രൂത്തിനെ ആക്രമിക്കുമെന്ന് നമ്മളെ തോന്നിപ്പിച്ചു. പക്ഷേ ട്രൂത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇവരുടെ ഒരു സെഗ്മെൻറ്റ് അവസാനിക്കുന്നതാണ് നമുക്ക് മത്സരശേഷം കാണാൻ സാധിച്ചത്. സ്മാക്ഡൗൺ എപ്പിസോഡ് പിന്നീട് ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ സെഗ്മെൻറ്റിലേക്കാണ് പോകുന്നത്. കെവിൻ ഓവൻസിൻ്റെ ഹോം ടൗൺ, കെവിൻ ഓവൻസിൻ്റെ സ്വന്തം രാജ്യത്ത് വെച്ചിട്ട് ഈ ചാമ്പ്യൻഷിപ്പ് കെവിൻ ഓവൻസിനെതിരെ ഡിഫെൻഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള CM പങ്കിൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ CM പങ്ക് പറയുന്നത് തൻ്റെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, താൻ പഴയതുപോലെ തന്നെ ആക്റ്റീവാണ്. കെവിൻ ഓവൻസ് 18 മാസങ്ങൾക്ക് ശേഷമാണ് തിരികെ വരുന്നത്. അതും 2ാമത്തെ മത്സരത്തിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് കിട്ടുന്നു. കെവിൻ ഓവൻസിന് താൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കും എന്നുള്ളത് CM പങ്ക് പറയുന്നുണ്ട്. കൂടാതെ CM പങ്ക് സംസാരിക്കുന്നതിൻ്റെ അവിടേക്ക് റാൻഡി ഓർട്ടൺ കയറി വരുന്നു. റാൻഡി ഓർട്ടൺ ഒരു ചെറിയ വെല്ലുവിളി പോലെ CM പങ്കിൻ്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിന് താൻ വരുമെന്നും 15ാമത്തെ തവണ താൻ WWE ചാമ്പ്യൻ ആകുമെന്നും പറഞ്ഞിട്ട് ആ ഒരു സെഗ്മെൻറ്റ് അവസാനിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. പിന്നീടും ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഡോക്ടേഴ്സ് റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ടിഫനി സ്ട്രാറ്റനോട് വുമൻസ് ചാമ്പ്യനായ ചെൽസി ഗ്രീൻ സംസാരിക്കുന്നു. വലിയ രീതിയിലുള്ള പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുന്നു. വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളത് ടിഫനി പറയുന്നു. എന്നാൽ ചെൽസി ഗ്രീനോടും വലിയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളതും ടിഫനി പറയുന്നുണ്ട്. അവിടെ പേജുമായിട്ട് ചെൽസി ഗ്രീൻ സംസാരിക്കുന്നു, ടിഫനി സ്ട്രാറ്റനും സംസാരിക്കുന്നു. അങ്ങോട്ടേക്ക് ഫേറ്റൽ ഇൻഫ്ലുവൻസ് കയറി വരുന്നു. ഫേറ്റൽ ഇൻഫ്ലുവൻസ് ടിഫനി സ്ട്രാറ്റനെ പരാജയപ്പെടുത്തിയതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. കൂടാതെ വുമൻസ് ചാമ്പ്യൻഷിപ്പും കൂടി തങ്ങളുടെ കൈവശത്തേക്ക് തങ്ങൾ ഉടനെ കൊണ്ടുവരുമെന്നുള്ള ഒരു വെല്ലുവിളിയും ചെൽസി ഗ്രീനോട് ഫേറ്റൽ ഇൻഫ്ലുവൻസ് പറയുന്നുണ്ട്. പേജ് ഫേറ്റൽ ഇൻഫ്ലുവൻസിലെ ലീഡറായ JC ജെയിൻ്റെ വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിന് ഒരു ചലഞ്ച് ഇടുന്ന രീതിയിലുള്ള ഒരു മൊമെൻറ്റും കാണിച്ചിട്ടുണ്ട്. അതിനു മുൻപ് നിക്കി ബെല്ലയുമായിട്ടുള്ളൊരു സ്റ്റോറി അവസാനിക്കണം, ആ ഒരു മാച്ച് അവസാനിപ്പിച്ച് നിക്കിയുമായിട്ടുള്ള എല്ലാതും അവസാനിപ്പിക്കണം എന്നാണ് പേജ് പറയുന്നത്. അപ്പോൾ ഈ 3 അംഗ ടീമുകൾ, അതായത് ഇപ്പോൾ ഫേറ്റൽ ഇൻഫ്ലുവൻസിലെ 3 അംഗ ടീം, അതുപോലെ തന്നെ ടിഫിനി, ചെൽസി ഗ്രീന്, പേജ്, ഇവർക്കൊക്കെ എതിരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ സെഗ്മെൻറ്റ് തന്നെയാണ് കാണാൻ സാധിച്ചത്. സ്മാക്ഡൗണിൽ ഡെബ്യൂ നടത്താൻ പോകുന്ന ബ്ലേക്ക് മൊൺറോയുടെ അടുത്തേക്ക്, ബ്ലേക്ക് മൊൺറോയുടെ ലോക്കർ റൂമിൽ കയറി കാറ്റ് കെല്ലി എന്ന് പറയുന്ന ഇൻ്റർവ്യൂവർ ബ്ലേക്ക് മൊൺറോയോട് ചോദിക്കുന്നത് ജൂലിയക്കെതിരെയുള്ള മത്സരത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജൂലിയയെ കളിയാക്കിക്കൊണ്ട് താൻ ഇത്തരത്തിൽ ഒരു സാധാരണ മാച്ച് കളിക്കേണ്ട ഒരാളല്ല എന്നും താൻ ചാമ്പ്യൻഷിപ്പ് മെറ്റീരിയൽ ആണ് എന്നുള്ളതും ബ്ലേക്ക് മൊൺറോ പറയുന്നുണ്ട്. അപ്പോൾ തൻ്റെ ലക്ഷ്യം ചാമ്പ്യൻഷിപ്പാണ് എന്നുള്ളത് ബ്ലേക്ക് മൊൺറോ പറയുന്നുണ്ട്. എന്തായാലും ജൂലിയയ്ക്ക് താൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ സമയമായി എന്ന് പറയുന്നു. അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ഈ ജൂലിയ വേഴ്സസ് ബ്ലേക്ക് മൊൺറോ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഭാഗമായി ജൂലിയയുടെ എൻട്രൻസ് മ്യൂസിക്
മ്യൂസിക്കാണ് ആദ്യം പ്ലേ ആകുന്നത്. ജൂലിയയുടെ എൻട്രൻസിൽ കൈയൊക്കെ കൊടുത്ത് ആ കാണികളുമായി ഒന്ന് ഒരു സമയം ചിലവഴിച്ചിങ്ങനെ വരുന്ന സമയത്ത് പിറകിലൂടെ വന്ന് ബ്ലേക്ക് മൊൺട്രോ ജൂലിയയെ ആക്രമിക്കുന്നു. ജൂലിയയ്ക്ക് തിരിച്ചടിക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരു ആക്രമണമാണ് ബ്ലേക്ക് മൊൺട്രോയുടെ ഭാഗത്ത് നിന്ന് പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഓൾറെഡി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്ലേക്ക് മൊൺട്രോ വേഴ്സസ് ജൂലിയ തമ്മിലുള്ള മത്സരം നടക്കില്ല എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയി. ബ്ലേക്ക് മൊൺട്രോ ഒരിക്കൽ കൂടി കഴിഞ്ഞ തവണയൊക്കെ ബാക്ക് സ്റ്റേജിൽ വെച്ചിട്ടായിരുന്നു ജൂലിയയെ ആക്രമിച്ചത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിങ്ങിൽ വെച്ചിട്ടും പിറകിലൂടെ വന്ന് ആക്രമിക്കുന്ന ഒരു മൊമെൻ്റാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. താനൊരു ചാമ്പ്യൻഷിപ്പ് മെറ്റീരിയലാണ് എന്ന് ആ ക്യാമറയിൽ നോക്കി ബ്ലേക്ക് മൊൺട്രോ പറയുന്നതാണ് നമുക്ക് ആ ഒരു സെഗ്മെൻറ്റിൻ്റെ അവസാന ഭാഗങ്ങളിൽ കാണാൻ സാധിച്ചത്. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ഷാർലറ്റ് ഫ്ലെയറും അലക്സ ബ്ലിസും സംസാരിക്കുന്നു. അലക്സ ബ്ലിസ് തിരികെ വന്നതിലുള്ള ഒരു സന്തോഷം തന്നെയാണ് ഇവിടെയും ഷാർലറ്റ് പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മൾ 3 പേരും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്നു. ആ മൂന്നാമത്തെ ആൾ ആരാണ് എന്ന് ഷാർലറ്റ് ചോദിക്കുന്ന ആ ഒരു സമയത്ത് ടെറ്റൻ ഫാക്സ്ലി അങ്ങോട്ടേക്ക് വരുന്നു. നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്നു. ആ ഒരു സമയത്ത് ജെഡ് കാർഗിലും മീച്ചിനും ബീഫാബും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവർ ടെറ്റൻ ഫാക്സ്ലിയെ കളിയാക്കുന്നു. അപ്പോൾ ടെറ്റൻ ഫാക്സ്ലിക്ക് വേണ്ടിയിട്ട് ഷാർലറ്റ് പിന്നീട് സംസാരിക്കുന്നു. ടെറ്റൻ ഫാക്സ്ലി വേണമെങ്കിൽ ബീഫാബിനെയും മീച്ചിനെയും ഒരുമിച്ചടിക്കുമെന്ന് പറയുന്നു. അപ്പോൾ മീച്ചിൻ കയറി നിന്നുകൊണ്ട് അടുത്ത സ്മാക്ഡൗണിലേക്ക് ടെറ്റൻ ഫാക്സ്ലിക്കെതിരെ ഒരു 1-on-1 മത്സരത്തിനുള്ള ഒരു ചലഞ്ച് ഇരുന്നതുമാണ് നമുക്ക് ആ ഒരു സെഗ്മെൻറ്റിൽ കാണാൻ സാധിച്ചത്. പക്ഷേ ടെറ്റൻ ഫാക്സ്ലിയുടെ ഒരു ഇടപെടൽ ഷാർലറ്റ് ഫ്ലെയറിന് ഇഷ്ടമാകുന്നില്ല. ടെറ്റൻ ഫാക്സ്ലി കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ട് ഷാർലറ്റിനോട് അടുക്കാൻ ശ്രമിക്കുന്നതോറും ഷാർലറ്റ് മാറിപ്പോകുന്ന രീതിയിലുള്ള കുറച്ച് മൊമെൻറ്റ്സാണ് ആ ക്യാരക്ടർ ബിൽഡപ്പിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്മാക്ഡൗൺ എപ്പിസോഡിൽ പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചൊരു ഇൻ റിംഗ് സെഗ്മെൻറ്റ് ഫോർമർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ട്രിക് വില്യംസും ലിൽ യാച്ചി എന്ന് പറയുന്ന സെലിബ്രിറ്റിയും റിംഗിലേക്ക് വരുന്നു. ലിൽ യാച്ചി തൻ്റെ കൂടെ തിരികെ വന്നതിനെ സംബന്ധിച്ച് ട്രിക് വില്യംസ് സംസാരിക്കുന്നു. തനിക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് വീണ്ടെടുക്കാൻ പറ്റാത്തതിനെ സംബന്ധിച്ചും സംസാരിക്കുന്നു. ബെറൺ കോർബിൻ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ബെറൺ കോർബിനോട് ആ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് ട്രിക് വില്യംസ് ചോദിക്കുന്നത്. പതിവ് പോലെ മോട്ടോർ സൈക്കിളിൽ ബെറൺ കോർബിൻ വരുന്നു. ബെറൺ കോർബിൻ വന്നിട്ട് ഈ ഒരു മാച്ച് ഒരിക്കലും ഇനി നിനക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നു. കാരണം റീമാച്ചിലടക്കം തുടർച്ചയായി 2 മത്സരങ്ങളിൽ താൻ നിന്നെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്ക് ട്രിക് വില്യംസിന് ഒരു റീമാച്ചിൻ്റെ ആവശ്യമോ ചാമ്പ്യൻഷിപ്പ് മത്സരമോ ഇനി കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നു. ഇത് പറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം തിരിയുന്ന ഒരു സമയത്ത് ലിൽ യാച്ചി ആ കെൻഡോ സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് തുടരെ ബെറൺ കോർബിനെ അടിച്ച് ആക്രമിക്കുന്ന മൊമെൻറ്റ്സിലൂടെയാണ് ആ ഒരു ഭാഗം കടന്നുപോയത്. അവസാനം ട്രിക് വില്യംസ് ക്ലോസ് ലൈൻ കൊടുത്തുകൊണ്ട് ബെറൺ കോർബിനെ റിങ്ങിൻ്റെ വെളിയിലേക്ക് ഇടുന്നു. ഇതിൽ ദേഷ്യം വന്ന ബെറൺ കോർബിന് ഈ സൺഡേ നൈറ്റ്സ് മെയിൻ ഇവന്റ് എന്ന് പറയുന്ന ഷോയിൽ ഒരു മാച്ചിന് തയ്യാറാണ് എന്ന് പറയുന്നു. പക്ഷേ അത് ട്രിക് വില്യംസിന് എതിരെയല്ല, ലിൽ യാച്ചി എന്ന് പറയുന്ന സെലിബ്രിറ്റി റെസ്ലറിന് എതിരെയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ WWE മത്സരത്തിനാണ് ബെറൺ കോർബിൻ ചലഞ്ച് ചെയ്തത്. 5 മിനിറ്റ് തനിക്കെതിരെ പോരാടി നിൽക്കാൻ സാധിച്ചാൽ ട്രിക് വില്യംസിന് അതേ ഷോയിൽ വെച്ചിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മാച്ച് കൊടുക്കുമെന്നാണ് ബെറൺ കോർബിന് മുന്നിലേക്ക് വെച്ചിട്ടുള്ള ഒരു സ്റ്റിപ്പുലേഷൻ. അതായത് മത്സരത്തിൽ വിജയിക്കാതെ തന്നെ 5 മിനിറ്റ് ബെറൺ കോർബിനെതിരെ ലിൽ യാച്ചിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചാൽ ട്രിക് വില്യംസിന് ഇതേ ഷോയിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് കിട്ടും. അപ്പോൾ ലിൽ യാച്ചി പിടിച്ചു നിൽക്കുമോ അതോ അദ്ദേഹം 5 മിനിറ്റിന് മുൻപ് പരാജയപ്പെടുമോ എന്നൊക്കെ നമുക്ക് ആ ഒരു ഷോ കണ്ടാലാണ് അറിയാൻ സാധിക്കുകയുള്ളൂ. ട്രിക് വില്യംസ് എന്തായാലും മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവന്റ് വരെ ബെറൺ കോർബിനെതിരെയുള്ള സ്റ്റോറി മുന്നോട്ടേക്ക് പോകുന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത്. സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്ന മറ്റൊരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ സെഗ്മെൻറ്റ് കെവിൻ ഓവൻസിനോട് ഈ ഹോം ടൗണിൽ വെച്ച് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് പോകുന്നതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഇങ്ങനെ കെവിൻ ഓവൻസ് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സമയത്ത് ഫിൻ ബാലർ അവിടെ വരുന്നു. ഫിൻ ബാലറുമായിട്ടുള്ള ഒരു സംസാരം, ഫിൻ ബാലർ കെവിൻ ഓവൻസ് തിരികെ വന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് പറയുന്നു. ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. അങ്ങോട്ടേക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗുന്തർ കയറി വരുന്നു. അപ്പോൾ ഗുന്തർ വന്നിട്ട് കെവിൻ ഓവൻസ് തിരികെ വന്നതിൽ സന്തോഷമുണ്ട് എന്നും കെവിൻ ഓവൻസിന് ചാമ്പ്യൻഷിപ്പ് മാച്ച് കിട്ടി അതിൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഫിൻ ബാലറിനെ നീയൊന്നും പേടിക്കേണ്ട, നീ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ പേടിക്കേണ്ട ഒരാളേ ഉള്ളൂ, അത് തന്നെയാണ് ഗുന്തറിനെ മാത്രമാണ് എന്നുള്ളത് ഗുന്തർ തന്നെ പറഞ്ഞിട്ട് ആ ഒരു സെഗ്മെന്റിൽ നിന്ന് പോകുന്നതാണ് കാണാൻ സാധിച്ചത്. ഇവിടെയും ഫിൻ ബാലറിനെ കളിയാക്കുന്ന രീതിയിൽ ഫിൻ ബാലറിന് ഒട്ടും വിലയില്ലാത്ത ഒരു ആളെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പരിഗണന മാത്രമാണ് ഗുന്തർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫിൻ ബാലർ വേഴ്സസ് ഗുന്തർ എന്നുള്ള രീതിയിലേക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യാനാണ് ഈ ഒരു സെഗ്മെൻറ്റ് പൂർണ്ണമായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഒഫീഷ്യലായി നടന്ന 3ാമത്തെ മത്സരം എന്ന് പറയുന്നത് ടിഫനി സ്ട്രാറ്റനും ലാഷ് ലെജൻഡും തമ്മിലുള്ള വുമൻസ് ഡിവിഷനിൽ നിന്നുള്ള ഒരു 1-on-1 മത്സരമായിരുന്നു. നയ ജാക്സ് ലാഷ് ലെജൻഡിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലാഷ് ലെജൻഡിന് ടിഫനി സ്ട്രാറ്റൻ എന്ന് പറയുന്ന റെസ്ലറിനെ പരാജയപ്പെടുത്താൻ സാധിച്ചു. ടിഫനി സ്ട്രാറ്റന് പരിക്കുകളുള്ള പോലെയൊക്കെ ഈ മത്സരത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു ലാഷ് ലെജൻഡിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചത്. മത്സരശേഷം നയ ജാക്സും ലാഷ് ലെജൻഡും ടിഫനിയെ ആക്രമിക്കുന്ന ഒരു സമയത്ത് കെൻഡോ സ്റ്റിക്ക് എന്ന വെപ്പൺ ഉപയോഗിച്ച്
ഉപയോഗിച്ച് ചെൽസി ഗ്രീനെ സഹായിക്കാൻ വേണ്ടി വരുന്നു. ലാഷ് ലെജൻഡിനെയും നയ ജാക്സനെയും കെൻഡോസ്റ്റിക് ഉപയോഗിച്ച് ആക്രമിക്കുന്നു. ടിഫനി സ്ട്രാറ്റനെ വലിയൊരു ആക്രമണത്തിൽ നിന്ന് ചെൽസി ഗ്രീൻ സഹായിക്കുന്ന രക്ഷപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ഈ മത്സരശേഷം കാണാൻ സാധിച്ചത്. സ്മാക്ഡൗൺ എപ്പിസോഡിൽ പിന്നീട് കാണിച്ച ഒരു വീഡിയോ ഫുട്ടേജ് എന്ന് പറയുന്നത് ഷിൻസ്കെ നാക്കമോറയുടെ ആ ഒരു മിസ്റ്ററി പാർട്ണർ ആരാണ് എന്നുള്ളതാണ്. അത് ഓൾമോസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ തന്നെ ഹിറോമു ടക്കഹാഷി എന്ന് പറയുന്ന ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലെ മുൻ ജൂനിയർ ഹെവി വെയ്റ്റ് ചാമ്പ്യൻ തന്നെയാണ് ഷിൻസ്കെ നാക്കമോറയുടെ ഒരു പാർട്ണറായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ക്യോക്കി എന്ന് പറയുന്ന ഒരു റിംഗ് നെയിമാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സെറ്റപ്പിൽ വലിയൊരു വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ റിംഗ് നെയിമിൽ ക്യോക്കി എന്നുള്ളൊരു പേരാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ MFT എന്ന് പറയുന്ന നിലവിലെ WWE ടാഗ് ടീം ചാമ്പ്യന്മാർ തന്നെയാണ് ഷിൻസ്കെ നാക്കമോറയുടെ ആദ്യത്തെ ഒരു എതിരാളി, അല്ലെങ്കിൽ ഷിൻസ്കെ നാക്കമോറയും ക്യോക്കിയും കൂടിയിട്ട് ചലഞ്ച് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ എതിരാളി എന്നുള്ളത് ഇവരുടെ വീഡിയോയിൽ അവർ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്യോക്കി എന്ന് പറയുന്ന റെസ്ലറിനെ ഷിൻസ്കെ ഒപ്പം കൂട്ടിയിട്ടുള്ളത് MFTക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ്. ഈ ക്യോക്കിയും ഷിൻസ്കെ നാക്കമോറയും പെർമനൻ്റ്ലി ടാഗ് ടീം ഡിവിഷനിലായിരിക്കും ഇനി ഉണ്ടായിരിക്കുക എന്നുള്ളൊരു വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ട്. സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റ് മത്സരമായി നടന്നിട്ടുണ്ടായിരുന്നത് ഈ സ്മാക്ഡൗൺ എപ്പിസോഡിലെ രണ്ടാമത്തെ ചാമ്പ്യൻഷിപ്പ് മത്സരമായ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ CM പങ്കും കെവിൻ ഓവൻസും തമ്മിലുള്ള ഒരു മത്സരം. കെവിൻ ഓവൻസിൻ്റെ ഹോം ടൗൺ കാനഡ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ കെവിൻ ഓവൻസിന് വമ്പൻ സപ്പോർട്ടും CM പങ്കിനെ ഒരു വില്ലൻ എന്നുള്ളൊരു പരിഗണനയിലുമാണ് ഈ ക്രൗഡ് രണ്ടുപേർക്കും കൊടുത്തിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് CM പങ്കിനെ കൂവിക്കൊണ്ടായിരുന്നു ക്രൗഡ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ അടുത്തൊന്നും CM പങ്കിന് അത്തരത്തിലുള്ളൊരു വരവേൽപ്പ് എവിടെയും ഏൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കാനഡയിൽ ഇപ്പോൾ CM പങ്കിനെതിരെ വന്നിരിക്കുന്നു. അതേം ഈ മത്സരത്തിലും ഒരു വില്ലൻ എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ്, ഒട്ടും വിലയില്ലാത്ത രീതിയിൽ കെവിൻ ഓവൻസിനെ ആക്രമിക്കുന്ന മൊമെൻറ്റുകളിലൂടെ തന്നെയാണ് മത്സരത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ WWE ഉദ്ദേശിച്ചതെന്തോ ആ രീതിയിൽ തന്നെയാണ് കാണികളും ഇതിനനുസരിച്ച് നേരിട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് വളരെ വ്യക്തമായിരിക്കുന്നു. അപ്പോൾ മത്സരം ഗംഭീരമായിരുന്നു. തുടക്കം മുതലേ അവർ നല്ല ഫാസ്റ്റ് പേസ് ആയിട്ട് മത്സരം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. രണ്ടുപേർക്കും ഇടയിൽ ഒരു 20 വർഷങ്ങൾക്കുള്ളിൽ നടക്കുന്ന ഒരു ആദ്യത്തെ മത്സരം എന്നുള്ള ഒരു പ്രത്യേകതയാണ്. അതായത് 20 വർഷം ഈ രണ്ടുപേരും പ്രൊഫഷണൽ റെസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട് ആദ്യമായിട്ട് നടക്കുന്ന ഒരു മത്സരം എന്നുള്ളതാണ് ഈ മത്സരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ മത്സരത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് റെഫറി അൺകോൺഷ്യസ് ആകുന്നു. ആ ഒരു സമയത്ത് CM പങ്കിനെ സ്റ്റണ്ണർ കൊടുത്തുകൊണ്ട് നമ്മുടെ കെവിൻ ഓവൻസ് അടിക്കുന്നുണ്ട്. എന്നാൽ അവിടെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഫറി ഉണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് തന്നെയാണ് സാമി സെയിൻ്റെ ഇടപെടലും. സാമി സെയിൻ CM പങ്കിനെ അടിച്ചിടുന്നു. എന്നിട്ട് CM പങ്കിനെ പിൻ ചെയ്തിട്ട് കെവിൻ ഓവൻസിന് വിജയിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നു. അവിടെ CM പങ്ക് കിക്ക് ഔട്ട് ചെയ്യുന്നു. ആ ടൈറ്റിൽ എടുത്തുകൊണ്ട് CM പങ്കിന് അടിക്കാൻ വേണ്ടിയിട്ട് കെവിൻ ഓവൻസിന് കൊടുക്കുന്നു. എന്നാൽ കെവിൻ ഓവൻസ് അത് അടിക്കാൻ തയ്യാറാകുന്നില്ല. തുടർന്ന് സാമി സെയിൻ ആ ടൈറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് കെവിൻ ഓവൻസിനെ അടിക്കുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് CM പങ്ക് മത്സരത്തിൽ വിജയിക്കുന്നതും ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരശേഷം സെലിബ്രേറ്റ് ചെയ്ത CM പങ്കിനെ സാമി സെയിൻ അടിക്കുന്നു. റിങ്ങിലേക്ക് വന്നിട്ട് ഒന്ന് പൊരുതാൻ നോക്കിയ കെവിൻ ഓവൻസിനെയും ടൈറ്റിൽ കൊണ്ട് സാമി സെയിൻ അടിക്കുന്നു. സാമി സെയിൻ പക്ക ഹീലായി മാറുന്നു. ആ ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടതിലുള്ള ഒരു ദേഷ്യം, അദ്ദേഹത്തിന് കിട്ടുന്ന അവസരങ്ങളിൽ മറ്റുള്ളവർ കാരണം അദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ദേഷ്യം, ഇതൊക്കെയാണ് സാമി സെയിൻ അവിടെ പ്രകടമാക്കിയത്. സ്റ്റോറി ലൈൻ വൈസ് നല്ല ഗംഭീരമായിട്ടുള്ള എൻഡിങ് ആണ്. ക്യാരക്ടർ വൈസ് നല്ല കൃത്യമായിട്ടുള്ളൊരു എൻഡിങ് ആണ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിനെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. മിഡ് കാർഡ് ലെവലിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് കാണിക്കാമായിരുന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഇൻട്രസ്റ്റിംഗ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്മാക്ഡൗൺ എപ്പിസോഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 2 സ്മാക്ഡൗൺ എപ്പിസോഡിനെ വെച്ച് താരതമ്യപ്പെടുത്തിയാൽ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ഇതിന് മുൻപത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിനെ വെച്ച് താരതമ്യപ്പെടുത്തിയാൽ അതിനേക്കാൾ കുറച്ച് നിലവാരമുണ്ടായിരുന്നു. അതായത് ഈ സമ്മർ സ്ലാമിന് മുൻപുള്ള സ്മാക്ഡൗൺ എപ്പിസോഡ്സിനെ വെച്ചൊക്കെ താരതമ്യപ്പെടുത്തിയാൽ അതിനേക്കാൾ നിലവാരമുള്ള ഒരു എപ്പിസോഡ് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.